യൂട്യൂബ് ചാനലിൻ്റെ പാർട്ട് 4 അൽ-ലുഗത്തുൽ അറബിയ്യ നഷ്അതുഹ വ താരീഖുഹ വ അഹമിയതുഹ അതിൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മുന്നത്തെ പാർട്ടിൻ്റെയൊക്കെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്ലേ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഷിഅഉൽ ജാഹിലിയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഷിഅഉൽ ജാഹിലിൽ മുഅല്ലഖാത്തിലെ 1 മുതൽ 5 വരെ ആളുകളെക്കുറിച്ച് നമ്മൾ 3ാമത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 6ാമത്തെ ആളാണ് അംർ ബിൻ കുൽസൂം അത്തഗ്ലബി. 526 അദ്ദേഹം ജനിക്കുന്നത്. 584 മരണപ്പെടുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു തഗ്ലബും ബക്കറും തമ്മിലുള്ള യുദ്ധം അല്ലേ? ഏതായിരുന്നു യുദ്ധം? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ബഹുവ അബുൽ അസ്വദ് എന്നാണ് പേര്. കബീലത്തു തഗ്ലബ് ഗോത്രക്കാരനാണ്. വുലിദ ജസീറത്തുൽ ഫുറാത്തിയ, ജസീറ ഫുറാത്തിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഉമ്മുഹു ലൈല ബിൻത് മുഹല്ലഹിൽ. ഈ മുഹല്ലഹിൽ നമ്മളിവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ പാർട്ട് 2 നമ്മൾ കേട്ടിട്ടുണ്ട്. ഷിഅർ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായിക്കൊണ്ട് ഷിഅർ പറഞ്ഞിട്ടുള്ള ആള് ആരാണ്? മുഹല്ലഹില. ഓക്കെ. ഇനി സൂറത്ത് ഖായിദുൽ ഖബീല, അദ്ദേഹത്തിൻ്റെ കബീലത്തിൻ്റെ ഖായിദായിട്ട് 15ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തൻ്റെ കബീലയുടെ ഖായിദായിട്ട് നേതാവായിട്ട് വരുന്നത്. ഹറബുൽ ബസൂസിൽ അദ്ദേഹം തൻ്റെ കബീലയുടെ സൈന്യത്തെ നയിച്ചു. ബൈന ബക്കർ തഗ്ലബ് ഗോത്രവും ബക്കർ ഗോത്രവും തമ്മിൽ നടന്നിട്ടുള്ള ബസൂസ് യുദ്ധം. ഓക്കെ. ഖുത്തില അംർ ബിൻ ഹിന്ദ്, ഖത്തല അംർ ബിൻ ഹിന്ദ്. അദ്ദേഹമാണ് അംർ ബിൻ ഹിന്ദിനെ വധിച്ചത്. ലബീദിനെ വധിച്ച ആളാണ് അംർ ബിൻ ഹിന്ദ്. ആ അംർ ബിൻ ഹിന്ദിനെ വധിച്ച ആളാണ് ആര്? അംർ ബിൻ കുൽസൂം മലിക്കുൽ ഹീറ മിൻ ആൽ മുന്ദിർ. ഇനി അദ്ദേഹത്തിൻ്റെ ഷിഅർ 2 രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് യൗമുൽ ഇഹ്തിക്കാം, അതുപോലെ തന്നെ ബഅദമാ സാറ അംർ ബിൻ ഹിന്ദ് വ ഖത്ലുഹു. അദ്ദേഹത്തിൻ്റെ അംർ ബിൻ ഹിന്ദിനെ കൊന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കവിത. ലഖ്ബുഹു ഫത്താക്കുൽ അറബ് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അതിലൊരാളാണ് അംർ ബിൻ കുൽസൂം. അപ്പോൾ അത് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഇഫ്തതഹ മുഅല്ലഖതു ബിദിക്രിൽ ഹബീബത്തൈൻ, 2 ഹബീബത്തുകളെ, പ്രണയിനികളെ ദിക്ർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ഖംർ, അതുപോലെ തന്നെ മർഅത്ത്. ആ ഹബീബത്തൈൻ എന്താണ്? ഒന്ന് ഖംറാണ്, മറ്റൊന്ന് മർഅത്താണ്. ഇനി ലൗ അബ്ത അൽ ഇസ്ലാം ല അകലത്ത് ബനു തഗ്ലബ് അന്നാസ്. അബു അംർ ബിൻ അല നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അബു അംർ ബിൻ അല ആരാണ്? ഈ അബു അംർ ബിൻ അല പറയാണ് ലൗ അബ്ത അൽ ഇസ്ലാം ഒന്ന് നേരം വൈകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലേ, ഒന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, വരാൻ കുറച്ച് നേരം വൈകിട്ടില്ല. അകലത്ത് ബനു തഗ്ലബ് അന്നാസ്, ബനു തഗ്ലബ് എന്ത് ചെയ്യും? ജനങ്ങളെ മൊത്തം തിന്നുമായിരുന്നു, അതായത് ജയിച്ചടക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വേർഡ് നമുക്ക് കാണുവാൻ സാധിക്കും. മുഅല്ലഖതുഹു നൂനിയ, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ നൂനിയാണ്. 100 ബൈത്താണ് അതിലുള്ളത്. നമ്മൾ മറ്റതൊക്കെ പറഞ്ഞല്ലേ? ഓക്കെ. സുഹൈറിൻ്റെ മുഅല്ലഖ എത്ര ബൈത്തുണ്ട്? 64 ആണോ? ശരിയാണോ? കമൻറ്റ് ചെയ്യാം. ഓക്കെ. മുഅല്ലഖതുഹു നൂനിയ ബഹറുൽ വാഫിർ. ഓക്കെ. അത് എങ്ങനെയാണ് തുടങ്ങുന്നത്? അലാ ഹുബ്ബി ബിസഹ്നിക ഫസ്ബഹൈന വലാ തബ്ഖി ഖുമൂറൽ അൻദരീന. അല്ലേ? ഈ വാഫിർ ഏറ്റവും രസമുള്ള ഒരു ബഹറാണ് കേട്ടോ. അലാ ഹുബ്ബി ബിസഹ്നിക ഫസ്ബഹൈന വലാ തബ്ഖി ഖുമൂറൽ അൻദരീന. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഷിഅറിൽ നിന്ന് ചില വേർഡുകൾ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈനാ ഫനജ്ഹലു ഫൗക ജഹ്ലുൽ ജാഹിലീന ഇദാ ബലഗൽ ഫിതാമു ലനാ സബിയ്യുൻ تخر له الجبابر ساجدين بأننا نورد الرايات بيضا ونصدرهن حمرا قد ربينا. ഓക്കെ, അപ്പോൾ ഈ വരികളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നൂനിയാണ്. വാഫിറിൽ പാടിയിട്ട് നൂനിയെ കിട്ടണമെങ്കിൽ അത് അംർ ഇബ്നു കുൽസുൻ്റെതാണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഏഴാമത്തെ നമ്മുടെ 7 മുഅല്ലഖകൾ നമ്മൾ പറഞ്ഞല്ലോ. ആ 7 അവസാനത്തെ ആളാണ് ഹാരിസ് ബിനു ഹിൽസ. ഹാരിസ് ബിനുൽ ഹിൽസ, ഹിൽസ എന്നും പറയലുണ്ട്, ഹിൽസ എന്നും പറയലുണ്ട്. ഓക്കെ, അബൂ ലലീം, അബൂ ലലീം അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബൂ ലലീം. ഷാഇർ ബക്കർ, ബക്കർ ഗോത്രത്തിലുള്ളതാണ്. ഇനി ആവർത്തിക്കുന്നില്ല. ഹറബുൽ ബസൂസ്, ഹറബുൽ ബസൂസുമായിട്ടാണ് ഇദ്ദേഹത്തിന് ബന്ധം. കാന ഫി ബക്കർ മക്കാന അംർ ഇബ്നു കുൽസൂം ഫി ബനി തഗ്ലബ്. ബനു തഗ്ലബിൽ അംർ ഇബ്നു കുൽസൂമിന് എന്ത് സ്ഥാനമാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയുള്ള സ്ഥാനം ബനു ബക്കറിൽ ഹാരിസ് ഇബ്നു ഹിൽസക്കും ഉണ്ടായിരുന്നു. ഇനി അബു അംർ ഷൈബാനി ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ലൗ ഖാലഹ ഫി ഹൗലി ലം യലിം. ലൗ ഖാലഹ ഇതുവരെ ചോദിച്ചത് കണ്ടിട്ടില്ല. ലൗ ഖാലഹ ഫി ഹൗലില്ലം യലിം എന്ന് നമുക്ക് കാണാം. ആഷിഖത്തു അസ്മ, അദ്ദേഹത്തിൻ്റെ ആഷിഖത്ത് അസ്മ ആണ്, അസ്മ എന്ന് പേര്. ഇനി അൻഷദ മുഅല്ലഖതു ഫി സിന്നിഹി 135 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ് അദ്ദേഹം പാടുന്നത്. മുഅല്ലഖത്തു ഹംസിയ, ഹംസിയാണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തു വെക്കണേ, മനസ്സിലോർത്ത് വെക്കുക. ഹംസിയാണ് ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ്. 85 വരികളാണ് അതിലുള്ളത്. ബഹ്റുൽ ഖഫീഫിലാണ്. ഇനി അത് എങ്ങനെ ചൊല്ലുക? ആദൻതന ബിബൈനിഹ അസ്മാഉ റുബ്ബസാവിൻ യമുല്ലു മിൻഹു സബാഉ. അല്ലേ, ഖഫീഫ് ബഹർ. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കത്ത് രൂപമെന്നും എങ്ങനെയാണ് അത് ചൊല്ലുക എന്നൊക്കെ നമ്മുടെ അറൂലയുടെ ക്ലാസ്സിൽ നമ്മളത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീനിൽ വരും അതിൻ്റെ ഐ ബട്ടണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്ലേയേഴ്സ് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകും. 6 പാർട്ടായിട്ടാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത 8ാമത്തെ ആൾ, അത് 7 എണ്ണം കഴിഞ്ഞു. 10 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് നാബിഗ അദ്ദുബിയാനി. നാബിഗ അദ്ദുബിയാനി, അബൂ ഉമാമ അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. അബൂ ഉമാമ സിയാദ് ബിനു മുആവിയ. പഠിച്ചു വെക്കണേ, സിയാദ് ബിനു മുആവിയ. ഒന്ന് ആവർത്തിച്ച് പറയുക എല്ലാവരും. നാബിഅ ദുബിയാനി, അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് സിയാദ് ബിനു മുആവിയ. ലഖബു ബിൻ നാബിഗ ലിഅന്നഹു ലം യഖുൽ അശ്ശിഅർ ഹത്താ ഇഹ്തനക. നാബിഅ നബഗുള്ള ആള്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാബിഗ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഹുവ ബനി ദുബിയാൻ, ദുബിയാൻ ഗോത്രക്കാരനായിരുന്നു. കാന അക്കല വശരിബ ഫി ആനിയത്തി ദഹബി വൽ ഫില്ലത്തി മിൻ ജവാഇസിഹി. ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഷാഇറുൻ ജാഹിലിയു, ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ഷാഇറുൻ ജാഹിലിയുൻ അക്കല കാന അക്കല വശരിബ ഫി ആനിയത്തി ദഹബി വൽ ഫില്ല. അല്ലെ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും, തനിക്ക് സമ്മാനമായി ലഭിച്ച സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ള കവി, ജാഹിലിയായ കവി ആരാണ്? നാബിഅ ദുബിയാനിയാണ്. ഹുവ അഹദു മിൻ ഫുഹൂൽ ശുഅറ. അദ്ദേഹം ഫഹലുകളിൽപ്പെട്ട, ഷാഇരിങ്ങളുടെ ഫുഹൂലുകളിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ലഹു ഖുബ്ബത്തുൽ ഹംറ ഫി സൂഖി ഉക്കാൽ. അദ്ദേഹത്തിന് ഉക്കാല ചന്തയിൽ ഒരു ചുവന്ന കുബ്ബ കെട്ടിയിട്ടുള്ള ഒരു കൂടാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഒരു നാഖിദ് കൂടിയായിരുന്നു. നാഖിദ്, ജാഹിലിയത്തിലൊരു നാഖിദ്. ഇദ്ദേഹത്തിൻ്റെ മുന്നിലാണ് കവികളൊക്കെ കവിത വന്നിട്ട് പാടുക. എന്നാൽ അദ്ദേഹം ഇഹ്തികാം അവിടെ നടത്തും, അവിടെ നഖദ് ചെയ്യും. ഓക്കെ, മുഅല്ലഖത്തുഹു ദാലിയ. ദാലിയയാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ഫി ബഹ്റിൽ ബസീത്ത്.
ബസീത്തിലാണ് അദ്ദേഹം അത് പാടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യാ ദാറ മൈതത ബിൽ അൽയാഇ ഫസ്സനദി അഖൂതു വതല അലൈഹ സാലിഫുൽ അമദി. അപ്പോൾ ഇത് ബസീത്ത് എങ്ങനെയാണ് പാടുക എന്ന് നമ്മുടെ അറൂലയുടെ ഭാഗം നിങ്ങൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ അറൂലയുടെ 16 ബഹർ വന്നാലും ആ 16 ബഹർ നിങ്ങൾ കാണാപ്പാടം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിനുള്ള ട്രിക്കുകൾ നമ്മളതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങൾ മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളിടുന്ന അപ്ഡേഷനുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാന വഫാത്തുഹു ഫി സനതി സാമിനത അശർ ഖബ്ല ഹിജ്റ. ഫിസ്സനതി സാമിനത്തിൽ അശർ ഖബ്ല ഹിജ്റ. ഓക്കെ, അടുത്തതാണ് അൽ ആയിഷ അബൂ ബസീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുഞ്ഞത്ത് മൈമൂനുബ്നു ഖൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാം. ആയിഷ അൽ അക്ബർ എന്നും അദ്ദേഹത്തെ പറയുന്നത്. അഹദു ഉമറാഇൽ മുതകസ്സിബീൻ, ഷിഅർ കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു ആളാണ്, ഒരു നേതാവാണ്. നശ ബിൽ യമാമയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഫി ഖറിയത്തിൻ തുസമ്മ മൻഫൂഖ എന്ന് പറഞ്ഞിട്ടുള്ള ഖറിയത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇനി ഇദ്ദേഹം എല്ലാവരെ കുറിച്ചും ഇങ്ങനെ പുകഴ്ത്തിപ്പാടി. അങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇദ്ദേഹം മദ്ഹ് ചെയ്തിട്ട് പാടി. ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. വല്ലാഹി ലഇൻ അതാ മുഹമ്മദൻ, ആയിഷയോട് പറഞ്ഞു, ഈ എങ്ങാനും മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ വിശ്വാസിയാകുന്ന ഉറപ്പാണ്. അങ്ങനെ ഒരു ചായ്വുണ്ട് എന്ന് അബൂ സുഫിയാൻ അറിയുകയും അങ്ങനെ അബൂ സുഫിയാൻ എന്ത് ചെയ്തു, അവിടെ മൂപ്പരോട് പറയാണ്, ഔ ഇത്തബഅഹു, ഇനി അദ്ദേഹത്തെ പിന്തുടർന്നാൽ ലയദുരിമന്ന അലൈക്കും നീറാൻ അൽ അറബ്, അറബികളുടെ തീയ് നിൻ്റെ മേൽ പതിക്കും എന്ന് അദ്ദേഹത്തോട് പറയാണ് കേട്ടോ, അബൂ സുഫിയാൻ. അപ്പോൾ അബൂ സുഫിയാൻ്റെ വാക്കാണ്, ആയിഷയോട് പറയുന്നതാണ്. അങ്ങനെ ആയിഷ എന്ത് ചെയ്താൽ അത് ആയിഷയ്ക്ക് ഒരുപാട് ഒട്ടകങ്ങളെ കൊടുത്തു, സമ്മാനമായിട്ട് കൊടുത്തു. അദ്ദേഹം റസൂലിനെ കാണുന്നതിൽ നിന്ന് ഇവരെന്ത് ചെയ്തു, വിലക്കി. കാന ലി ഷിഅരിഹി ജലബ ഫി ഷിഅരി വറഅത്തുൻ നഫ്സ്, അദ്ദേഹത്തിൻ്റെ ഷിഅറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, മനസ്സിനെ ആസ്വദിക്കുന്ന സ്വാധീനിക്കുന്ന പല കാര്യങ്ങൾ. ഫസുമ്മിയ ലാമിയത്തുൽ അറബ്, ഓക്കെ സോറി ലാമിയല്ല, ഫസുമ്മിയ സന്നാജത്തുൽ അറബ്, സന്നാജത്താണ് കേട്ടോ, സന്നാജത്തുൽ അറബ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം. സന്നാജത്താണ്, മാറ്റിയതാണ് സന്നാജത്ത്. ഓക്കെ, മുഅല്ലഖഹു ലാമിയ ഫി ബഹരിൽ ബസീത്ത്, ബസീത്തിലാണ്. വദ്യ ഹുറൈറത്ത ഇന്നറകബ മുർതഹിലു വഹൽ തത്വീകു വിദാഅൻ അയ്യുഹർ റജുലു. വദ്യ ഹുറൈറത്ത ഇന്നറകബ മുർതഹിലു വഹൽ തത്വീകു വിദാഅൻ അയ്യുഹർ റജുലു. ഓക്കെ, അപ്പോൾ ലാമിയത്തിൽ അറബുകൾ തിരുത്തണം കേട്ടോ. റെഡി. അടുത്താണ് അബീദുൽ അബ്റസ്. 10ാമത്തെ അവസാനം നമ്മൾ മുഅല്ലഖയിൽ അവസാനത്തായി നമ്മൾ ചർച്ച ചെയ്യുന്ന ആളാണ് അബീദുൽ അബ്റസ് അൽ അസദി. ഖതലുഹു മുൻദിർ ഇബ്നു മാഉസ്സമ ആണ് അദ്ദേഹത്തെ വധിച്ചത്. ഹുവ മിൻ ദുഹാത്തുൽ അറബിൽ പെട്ടിട്ടുള്ള ആളാണ് ആര്, അബീദുൽ അബ്റസ്. ലഹു ഖസീദത്താനി ബാഇയ, അദ്ദേഹത്തിന് 2 ഖസീദയാണ്. ഒന്ന് ബാഇയ ഹിയ മുഅല്ലഖ ബാഇയാണ്, 48 ബൈത്തുകളാണ് അതിലുള്ളത്. ബഹറുഹ മഖ്ലൂഉൽ ബസീത്ത് അല്ല ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ, മറിച്ച് മഖ്ലൂഉൽ ബസീത്താണ്. ചില ആൾക്കാരെ അതിനെക്കുറിച്ച് പറഞ്ഞ കാലത്ത് അൻ ലാ തകൂന ഷിഅർ അല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ചില ആളുകൾ, ചില ചരിത്രകാരന്മാർ മുഅർരിഖീങ്ങൾ അബീദുൽ അബ്റസിനെ ഇതിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ തുടക്കം ഇങ്ങനെയാണ്, അഖ്ഫറ മിൻ അഹ്ലിഹി മൽഹൂബു ഫൽഖുതബ്ബിയാതു ഫദ്ദുനൂബു എന്ന് തുടങ്ങുന്ന ആ ഒരു കവിതയാണ്. ഓക്കെ, ഇനി വേറൊരാളാണ് സമൂഅൽ. ഓക്കെ, സമൂഅൽ ഇബ്നു അരീൽ അസ്സമൗ അൽ അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. അസ്സമൗ അൽ ഇബ്നു അരീൽ യഹൂദിയാണ്, ജൂത കവിയാണ്. സാഹിബുൽ ഹിസ്നിൽ മഅറൂഫ് ബിൽ
തൈമ. ഓക്കെ. യലറബുൽ മസൽ അൽ വഫ. വഫയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അതെ, അദ്ദേഹത്തെ ഇതിന് വഫായിനായിട്ട് യലറബുൽ മസൽ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇദൽ മർ ഉലം യദ്നിസ് മിനല്ലു മിഅർലുഹു ഫകുല്ലു റിദാഇൻ യർതദീഹി ജമീലു. ഇദൽ മർ ഉലം യദ്നിസ് മിനല്ലു മിഅർലുഹു ഫകുല്ലു റിദാഉൻ യർതദീഹി ജമീലു എന്നുള്ളത്. ഓക്കെ. അടുത്താണ് ഉമയ്യത്ത് ബിനു അബിസ്വൽത്ത്. ഉമയ്യത്ത് ബിനു അബിസ്വൽത്ത് അദ്ദേഹത്തിൻ്റെ ഗോത്രം ഹുവമിൻ ഖൈസ് ഐലാനാണ്. അത്ല അല കുത്തുബിൽ ഖുദമായ വല സിയമ തൗറാത്ത്. അദ്ദേഹം തൗറാത്ത് അതുപോലെ തന്നെ മുന്നത്തെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു കവിയായിരുന്നു. ഹറമൽ ഖംറ, കള്ള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരോധിച്ചു. വശക്കൽ ഫി ഔസാൻ, വസിന്, ബിംബങ്ങൾ, ബിംബാരാധന, ഇതിനൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം സംശയിച്ചു. വത്തമാ ഫിൻ നുബുവ, അദ്ദേഹം പ്രവാചകനെ കാണുവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഉമയ്യത്ത് ബിനു അബിസ്വൽത്ത്. അപ്പോൾ നമ്മൾ 10 മുഅല്ലഖകളെ കുറിച്ചും അതുപോലെ തന്നെ അതിനുശേഷമുള്ള 2 കവികളെ കുറിച്ചും നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നെന്തായാലും ചോദ്യം ഉണ്ടാകും. നിങ്ങൾ ശരിക്ക് നോട്ട് ചെയ്ത് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് ആവശ്യം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായി കൊണ്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ടുകളാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് വരും. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിൽ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ടുകൾ നമ്മൾ നൽകുന്നതാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.